ഹമാസിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അതൊരു സ്വാഭാവിക പ്രതികരണമാണ്. രണ്ടാമത്, ഈ യുദ്ധം എന്ന വാക്കിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഇത് അക്രമമാണ്, ഇത് കയ്യേറ്റമാണ്, മനുഷ്യജീവന്റെ നിഷേധമാണ്. ഗോവിന്ദമാഷ് ആധുനിക ചരിത്രമാണ് പറഞ്ഞത്. ഞാൻ അതിന് പുറകോട്ട് പോകാൻ ചെറിയൊരു സമയം എടുത്തുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അതിന് എനിക്ക് അവകാശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. 1977 മുതൽ ഇന്ന് വരെയും ഇന്ന് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഈ യഹൂദ സമൂഹത്തിന്റെ ഭാഷ, ചരിത്രം, വിശ്വാസം, വേദഗ്രന്ഥങ്ങൾ ഇതൊക്കെ ഐച്ഛിക വിഷയമായി പഠിക്കുകയും ഇന്നും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതിന് അവകാശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സ്വയം നഷ്ടപ്പെട്ട തന്റെ നിലനിൽപ്പിനെ തെറ്റായി വ്യാഖ്യാനിച്ച, അസ്തിത്വത്തെ തെറ്റിദ്ധരിച്ച, ചരിത്രത്തെ വളച്ചൊടിച്ച ഒരു സമൂഹമാണ് ഇന്ന് ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. യഹൂദന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ആദി പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു എന്നിവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിളിയിൽ ഉള്ളടങ്ങിയിരുന്ന ഏക നിർദ്ദേശം സകലരിൽ അനുഗ്രഹത്തിനായി അബ്രഹാമിനെ വിളിക്കുന്നു എന്നാണ്. ഇന്ന് സകലരുടെയും ശാപമായി തീർന്ന ഒരു ഇസ്രായേലിന്റെ ജനത്തെയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്, ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കിന് ഇവർ അവകാശികളല്ല. മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വന്ന ജനം കനാനിൽ കുടിയേറിയ ശേഷം 2 പ്രധാന രാജാക്കന്മാർ അവർക്കുണ്ടായിരുന്നു. ഒരാൾ യുദ്ധപ്രിയനായ ഡേവിഡ്, 2 സ്ത്രീലമ്പടനായ സോളമൻ. സോളമന് ശേഷം അധികാരത്തിൽ വരാൻ ശ്രമിച്ച സോളമന്റെ മകൻ ആട്ടിപ്പായിച്ച 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങളും ഉൾപ്പെടുന്ന ഒരു ജനസമൂഹത്തെയാണ് അക്കാലത്തും എക്കാലത്തും പഠിക്കുന്ന ജനങ്ങൾ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. ഇവരെയല്ല, ഇവർ യഹൂദ്യയാണ്. ഒരു ഗോത്രം മാത്രം, യഹൂദ ഗോത്രം എന്ന ഒരു ഗോത്രം മാത്രം ഉൾക്കൊള്ളുന്ന, കൂടെ ഉണ്ടായിരുന്ന ബെന്യാമീൻ ഗോത്രത്തെ തുടക്കത്തിലെ തന്നെ ടച്ച് നീക്കിയ 10 ഗോത്രങ്ങളെ അകറ്റി നിർത്തി വേറെ കൂട്ടമാക്കി തീർത്ത യഹൂദ ഗോത്രം മാത്രമാണ്. ആ ഗോത്രം അടിസ്ഥാനപരമായി വിളിക്കപ്പെട്ട അവസ്ഥയെ തകിടം മറിച്ച് രാജാധികാരത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചതിന്റെ പുതിയ പതിപ്പാണ് ഇന്ന് നാം കാണുന്നത്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ സഞ്ചാരികളായിട്ടാണ് വിളിക്കുന്നത്. ഞാൻ പഠിക്കുന്ന ആളുകൾ പറയും സെമി നൊമാഡിക് കമ്മ്യൂണിറ്റി എന്ന്. അർത്ഥദേശാന്തരികളാണ്, എങ്ങും പാർക്കാൻ അവർക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്തിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈജിപ്തിലെ ജീവിതം അത്ര മോശമായിരുന്നില്ല. കാരണം ഈജിപ്തിലെ ഫറോമാര് വിവരമുള്ളവരായി. ഇവരെ പണിക്ക് നിർത്തിയപ്പോൾ വേണ്ടത്ര ജീവിത ശൈലി ഉണ്ടാക്കിക്കൊടുത്തിട്ടാണ് പണിക്ക് നിർത്തിയത്. പക്ഷെ അവിടുന്ന് പോരുന്നത് ഇവരുടെ അടിസ്ഥാന സ്വഭാവം, അസ്തിത്വം സഞ്ചാരികളുടേതാണ്. പക്ഷേ ഈജിപ്തിൽ വെച്ച് അവർ പഠിച്ച രാജകീയ അധികാരത്തിന്റെ ഒരു സ്വഭാവവും അത് അടിച്ചമർത്തലിന്റെ സ്വഭാവമായി, കയ്യേറ്റത്തിന്റെ സ്വഭാവമായി, പാർശ്വവൽക്കരണത്തിന്റെ സ്വഭാവമായി. അതുമായി കനാനിൽ വരുമ്പോൾ, ഇന്നത്തെ പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശത്ത് വരുമ്പോൾ അവർ കയറി പാർക്കുന്നത് തന്നെ തെറ്റായ ഒരു പ്രവണതയാണ്. പക്ഷെ പാർത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഭൂപ്രദേശം ഇഷ്ടപ്പെടുകയും നാഷു പറഞ്ഞതുപോലെ ഏറ്റവും സമ്പന്നമായ 4 കൂടിയ കവലയായ ആഫ്രിക്കയും ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും ഒക്കെ തമ്മിൽ യോജിപ്പിക്കുന്ന സമ്പൽ സമൃദ്ധമായ ഫലഭൂഷ്ടമായ ഈ പ്രദേശത്ത് പാർക്കുന്നത് ഉചിതമാണ് എന്നതാണ്.
ഉണ്ടായിരുന്ന ജനത്തെ മുഴുവൻ തച്ചുടയ്ക്കുകയാണ്. അവരെ നായ്ക്കളെന്നാണ് പിന്നീട് വിളിക്കുന്നത്. കുടികിടക്കാൻ അവകാശം കൊടുത്ത ആ നാട്ടുകാരെ, കനാന്യരെ സാവകാശം നായ്ക്കളെന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ പെരുകുകയും വലുതാവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നിന്ന് സ്വന്തം സഹോദരങ്ങളെ പോലും ഒഴിവാക്കുന്ന കഥയാണ്. പക്ഷേ അതിന്റെ പ്രതികരണം അവരനുഭവിക്കേണ്ടി വന്നു. നിരന്തരമായ അക്രമത്തിന് വിധേയമായി ഒരിക്കലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് വന്നു ചേർന്നു. വടക്കേ നാട്ടിലുള്ള ആളുകൾ, പിന്നീട് ബാബിലോണിലുള്ള ആളുകൾ, പിന്നീട് റോമാക്കാർ, ഗ്രീക്കുകാർ എല്ലാവരും ചേർന്ന് ഇവരെ നാശോന്മുഖമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു ചേർന്നത് ഇവരുടെ സ്വഭാവം. ഇതില് ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ അമേരിക്ക ഒന്നും കുറ്റം പറയില്ല. അമേരിക്ക കൗബോയ് കൾച്ചറുള്ള ഒരു നാടാണ്. അതുപോലെ ബ്രിട്ടീഷുകാരെ ഞാൻ കുറ്റം പറയില്ല. ബ്രിട്ടീഷുകാര് വാസ്തവത്തിൽ ഡിവൈഡാക്കുന്നു, വിഭജിച്ച് ഭരിക്കുക എന്ന സ്വഭാവം പണ്ടേയുള്ള ആളുകളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് സിറിയൻ അതിർത്തിയില് തുർക്കിയും സിറിയയും തമ്മിലുള്ള അതിര് പോകുന്നത് ഒരു പട്ടണത്തിന്റെ, കാമേഷി എന്ന് പറയുന്ന പട്ടണത്തിന്റെ നടുക്കുകൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെല്ലായിടത്തും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇസ്രായേൽ എന്ന് ഇന്ന് വിളിക്കുന്ന ജനം വാസ്തവത്തിൽ അവരെ തന്നെ മറന്ന, അവരുടെ അസ്തിത്വത്തെ മറന്ന, അവരുടെ സ്വഭാവത്തെ മറന്ന വംശമാണ്. അധികാരത്തിന്റെ ഗർവ പിടിച്ചിട്ട് സകലരെയും ഉന്മൂലനാശം നടത്തി തങ്ങളുടെ അധികാരം സ്ഥാപിക്കണമെന്ന് ആ പഴയ ഡേവിഡ് ചക്രവർത്തിയുടെ അതേ പാവം തന്നെയാണ് ഇന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോളമന് അത്തരം കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുള്ളി അയാൾക്ക് നാട്ടിലെല്ലാം പോയി പെണ്ണ് കെട്ടി അവരെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കുകയും അവർക്ക് കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കുകയും ദേവാലയം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത് ജനത്തെ പിഴിഞ്ഞ് പൊട്ടുന്ന അവസ്ഥയിലാക്കിയത്. അതിനുശേഷം ഒരു രാജ്യം എന്ന് പറയുന്നതേ ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ ജനം ഇപ്പോൾ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യം ആധാരമാക്കിയിരിക്കുന്നത്. സകലരെയും ഒഴിവാക്കി തങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന് കരുതുന്ന ഒരു ജനസമൂഹം. അന്ന് കനാന്യരെ ഒഴിവാക്കിയെങ്കിൽ, അന്ന് ഫെലിസ്ത്യരെ ഒഴിവാക്കിയെങ്കിൽ, അന്ന് ആമോനിനെ ഒഴിവാക്കിയെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നുപോലുള്ള വ്യത്യാസം മാത്രമേ. പാലസ്തീന് ഞാനവിടെ പോയിട്ടുണ്ട്. ഒരു 3.5 പതിറ്റാണ്ട് മുമ്പാണ് എന്നാണ്. അന്ന് പോലും അവിടുത്തെ അഭയ കേന്ദ്രങ്ങളിലെ അവസ്ഥ എത്രയും ദയനീയമായി. എല്ലാ ശക്തി രാഷ്ട്രങ്ങളും കൂടി ചേർന്ന് ഇവരെ ഞെരുക്കി താമസിക്കുന്ന സ്ഥലത്ത് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് യുദ്ധമല്ല, ഇത് മനുഷ്യത്വരഹിതമായ അക്രമ സ്വഭാവമുള്ള അധിനിവേശമാണ്. ആധുനിക സംസ്കാരത്തിന്, ആധുനിക സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ഒട്ടിപ്പിടിക്കാൻ ആളുണ്ടായത് തീർച്ചയായിട്ടും കുറെ കാലം ഒട്ടിപ്പിടിക്കാൻ കഴിയും. എക്കാലവും ഇത് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു കാര്യത്തിൽ അല്പം സന്തോഷമുണ്ട്. ഇന്ത്യ ഈ അടുത്ത കാലത്ത് രണ്ടാമത് അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കാൻ തയ്യാറായി. എനിക്ക് തോന്നുന്നത് ഈ പ്രതിഷേധങ്ങൾക്ക് ഫലമുണ്ട്. തീർച്ചയായിട്ടും ആളുകൾക്ക് തലപ്പത്തിരിക്കുന്ന സംഘപരിവാർ നേതൃത്വത്തിന് വിവേകം ഉദിക്കുന്ന ഒരു ലക്ഷണമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് ഇലക്ഷൻ വരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാലത്ത് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മനുഷ്യത്വരഹിതമായ അക്രമ സ്വഭാവമാണ് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന, സ്വയം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ അല്ല, ഇസ്രായേലിന്റെ സ്വഭാവമല്ല. ഇസ്രായേൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ സ്വയമായി ജയിക്കാൻ വേണ്ടി മൽപ്പിടുത്തം നടത്തുന്നവനെന്നല്ല, ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ എന്ന് മാത്രമാണ്. ആളുകളെ മൽപ്പിടുത്തത്തിലൂടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവനെന്നല്ല. അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ വിധത്തിലുള്ള സമീപനം ദീർഘകാലം നിലനിന്നിട്ടില്ല
എന്ന സത്യമാണ് ആ 15-ാം നൂറ്റാണ്ട്, ക്രിസ്തുവിന് മുമ്പ് 15-ാം നൂറ്റാണ്ട് മുതൽ കാണുന്ന ജഗത്ത്. അത് ആവർത്തിക്കുമ്പോൾ എന്റെ ദുഃഖം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന രാജ്യത്തും കുറെ കുഞ്ഞുങ്ങളും കുറെ സ്ത്രീകളും കുറെ മനുഷ്യരും ബലി നൽകേണ്ടി വരുമോ എന്ന ആശങ്കമാണ്. ഇപ്പോ നൽകുന്നതിനെല്ലാം തിരിച്ചടി തീർച്ചയായിട്ടും ഈ പ്രകൃതി നൽകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ചരിത്രം അതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അവർക്ക് വിവേകം ഉദിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. പാലസ്തീനിൽ ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ, മുസൽമാന്, യഹൂദന് ഒന്നിച്ചു പാർത്ത ആ മഹത്വമേറിയ മഹത്തായ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള വിവേകം ഇന്ന് ഇസ്രായേൽ എന്ന് വിളിക്കുന്ന ആ ജനസമൂഹത്തിന്, അധികാരവർഗത്തിന് ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഞാൻ നിർത്തുന്നു. ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച ഈ ജില്ലാ സെക്രട്ടറി ശ്രീ എം വർഗീസിനോടുള്ള, നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒരു ക്രൈസ്തവന് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. നന്ദി, നമസ്കാരം.